ഇതിന്റെ അകത്തെ ബൾബൊന്നും കാണൂലായിരുന്നു. മണവാട്ടി മേക്കപ്പ് ഇടാനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ബ്യൂട്ടി പാർലറിൽ പോവാൻ പോവാ. മേക്കപ്പ് ഇടാനല്ല, സ്കിൻ കെയർ കേക്കണില്ല. മേക്കപ്പ് ചെയ്യാനല്ല, സ്കിൻ കെയർ ചെയ്യാൻ. ഞാനും ബ്യൂട്ടീഷ്യൻ ചെയ്യണം, എനിക്കും സൗന്ദര്യം വേണ്ടേ? ഇനി 2 മാസം കൂടി ഉള്ളൂ. 3 മാസം. ഓ യാ. ഞങ്ങളുണ്ടല്ലോ, എനിക്ക് ഇത് ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ കൊടുക്കാൻ പോണം. അപ്പൊ അതിനു വേണ്ടി ഇറങ്ങിയതാ. രാത്രി ഓടിക്കുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണല്ലോ യാത്ര, ഡ്രൈവ് ചെയ്ത്. അതെ, എന്റെ മോള് കാർ ഓടിച്ചു പോകുമ്പോ ലൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ലൈറ്റ് ഭയങ്കരമായിട്ട് മങ്ങിയിരിക്കുക. നമ്മള് പറവൂര് പള്ളിത്താഴം കഴിഞ്ഞിട്ട് നമ്മള് സ്ഥിരം അക്സസറീസ് ഒക്കെ വാങ്ങുന്ന ഒരു കടയുണ്ട്, അവിടേക്ക് പോവാണ്. അപ്പൊ അതിന്റെ ലൈറ്റ് അവര് പോളിഷ് ചെയ്ത് വെളുപ്പിച്ച് തരാന്നുണ്ട്. ഒട്ടും വെളിച്ചില്ല, കഷ്ടപ്പാടാ ഓടിക്കാൻ. നമ്മുടെ പഴയ വണ്ടിയല്ലേ. എന്റെ വണ്ടി ഇത് വേറൊന്നും ഉണ്ടാത്തെ. എന്റെ മോക്ക് ശ്രീധരൻ കൊടുക്കാനുള്ള വണ്ടിയാ ഇതോ. അമ്മായി ശ്രീധരൊന്നും വേണ്ട. ഏതാ കട? റെട്രോ ഗാരേജ്, യുവർ കാർ യുവർ പാഷൻ. കാറിന്റെ വാഹനങ്ങളുടെ എല്ലാ അക്സസറീസും ഇവിടെ കിട്ടും. സൗന്ദര്യ നമുക്ക് സംരക്ഷണം നോക്കാം, ഇതൊന്ന് ശരിയാക്കാൻ എന്തെങ്കിലും പറ്റിയത് നമുക്ക് ഉണ്ടോ നോക്കാം. ഇറങ്ങ രണ്ടുപേരും. ഞങ്ങൾ ഇറങ്ങിട്ട് ഇപ്പൊ എന്തിനാ? ഇവിടെ വെച്ചേക്കൂല. വണ്ടി സൂക്ഷിച്ചൂടെ? മഴയത്ത് പോയി വന്നല്ലേ. ഒക്കെ സൂക്ഷിക്കണം, അപ്പ കഴുകിയിടണം. വേണ്ട, മൊത്തം മങ്ങിയിട്ട് ഒരു ബസ് റോഡില് രാത്രി കാണൂല. മഴയും കൂടെ പെയ്ത ഒന്നും പറയണ്ട. എന്റെ വണ്ടി. നിന്റെ വണ്ടിയാ? ശ്രീധരൻ തരാൻ പോവാ. ശ്രീധരൻ തരാ. ഇതാ ഇത് ശ്രീധരനായിട്ട് കൊടുക്കാൻ പോണ്. കുറഞ്ഞതൊരു ബെൻസ് ഇതിന്റെ മുമ്പിൽ ബെൻസിന്റെ ലോഗോ വെച്ചാ പോരെ. അതില്ലേ ഇതിന്റെ ലൈറ്റ് ഒന്ന് വിളിപ്പിച്ചു. നമസ്കാരം. ഇതാണ് നമ്മുടെ മായാപ്രപഞ്ചം. നമ്മുടെ കാറിന്റെ അക്സസറീസ് എന്ത് വേണമെങ്കിലും വന്ന് വാങ്ങിക്കുന്ന ഏക സ്ഥലം ഇതാണ്. അതായത് നമ്മൾ പറവൂരിന്ന് ആലുവയ്ക്ക് പോകുന്ന വഴിയില് പള്ളിത്താഴം കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഈ അക്സസറീസ്. ആകാശിന്റെ ചെങ്കാണ്. ഇംഗ്ലീഷ് റെട്രോ ഗാരേജ്. ഇവിടെയാണ് നമ്മൾ വരാറുള്ളത്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇവർ തന്നെ അപ്പുറത്ത് വേറെ ഷോപ്പും ഉണ്ട്, കാർ അറേബ്യ. മണവാട്ടി രാത്രി ഒക്കെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരുമ്പോ ലൈറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഹെഡ് ലൈറ്റ് ഒന്നും മങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റെഡിയാക്കി തന്നാറേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നോവമുള്ള ആഫ്റ്റർ മാർക്കറ്റ് എല്ലാ ഐറ്റംസും നിങ്ങളുടെ അല്ലേ? കുട്ടി അഴിച്ചോണ്ടിരിക്കുന്ന മിറർ ഒരു ഇവിടുത്തെ. അതാണ് സ്നേഹം മുതലാളിയോടെ ഉള്ളത്. ഏറ്റവും വില കുറവോടെ നോക്കിയാലേ നമ്മൾ പോവുള്ളൂ. നമുക്ക് വേണ്ട രീതിയിലൊക്കെ ചെയ്തു തരും. കട ശരിക്കും നിങ്ങൾ ചേട്ടൻ അനിയന്മാരാ? അടുത്തത് ബ്രദേഴ്സ്. എത്ര ബ്രദേഴ്സ്? 3 പേര്. അതിലൊരു ചേട്ടനാണ് ടയറിന്റെ പരിപാടി. ഇവിടെ എന്തൊക്കെയുണ്ട് ഇപ്പൊ ഈ കടയിൽ? നമ്മുടെ ഇതിപ്പോ നമ്മുടെ വാഷിംഗ് ഉണ്ട്, അലൈൻമെന്റ് ഉണ്ട്, പിന്നെ ആക്സറീസിന്റെ ആദ്യം നമ്മൾ ഇവിടെ ഇരുന്ന്. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഇവിടെയും ഉണ്ട്, ആക്സറീസിന്റെ സാധനങ്ങളെല്ലാം ഇവിടെയും ഉണ്ട്. ഫിറ്റിംഗ് നമ്മൾ പുതിയ കട പിടിക്കാറുണ്ട്. ഇപ്പൊ ഫിറ്റിംഗ് ഇപ്പൊ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് മൊത്തം? ഇവിടെ 16 സ്റ്റാഫുകളുണ്ട്. 16 സ്റ്റാഫുണ്ട്. അതായത് വണ്ടി കഴുകാൻ തന്നെ ഉണ്ട് 8. വണ്ടി കഴുകാനായിട്ട് അതെല്ലാവരും കൂടിയാണ്. എല്ലാവരും ഉണ്ടാവും. അവർ ഫ്രീ ആയിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരും നിന്ന് പെട്ടെന്ന് വണ്ടികൾ സർവീസ് ചെയ്ത് പോകാൻ പറ്റും. സർവീസ് നമ്മളുടെ ഇവിടെ ഉള്ളതിൽ നല്ല. ഇവിടെ ഒരു വണ്ടി വാഷ് ചെയ്യാൻ 3 പേരാണ്. അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ചേച്ചിമാരും. നിങ്ങൾ ഈ ഹെഡ്ലൈറ്റ് വെളുപ്പിക്കണ എത്ര രൂപ മേടിക്കുന്നത്? വെളുപ്പിക്കുന്നതിന് 800 വില ഉണ്ട് വണ്ടികളുടെ ഇതനുസരിച്ച് 800 രൂപ സ്റ്റാർട്ടിങ്. എത്ര മങ്ങിയ ഹെഡ്ലൈറ്റ് ആണെങ്കിലും നിങ്ങൾ വെളുപ്പിച്ച് കൊടുക്കും? പുറമേയുള്ള ഇത് എല്ലാം ക്ലിയറാണ്. അതായത് പുറമേയുള്ള മൂഡില്. നേരത്തെ അതിൻ്റെ അകത്തുള്ള ബൾബൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ വേറെ നമുക്ക് എന്തൊക്കെയാണ് സർവീസ് ഉള്ളത്? എല്ലാം ഇപ്പൊ കാറിന്റെ സ്റ്റീരിയോ, ഓഡിയോ വർക്ക്സ്, പിന്നെ ഈ ഗ്രാഫിംഗ് കോട്ടിങ്, എല്ലാവിധ പോളിഷിങ് കാര്യങ്ങളൊക്കെ എല്ലാവിടെയും
മെക്കാനിക്കൽ വർക്ക് ഒഴികെ എല്ലാവർക്കും ഇവിടെ ഉണ്ട്. എല്ലാം ആക്സറീസും ആഫ്റ്റർ മാർക്കറ്റ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറവൂര്, പ്രത്യേകിച്ച് പറവൂർക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും. എല്ലാവരും ഇവിടെ വരാതിരിക്കില്ല. എന്നാലും ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വന്നോളൂ. ഇവിടെ നമ്മുടെ കണ്ണഞ്ചിങ്ങാട് കലാകാരന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകത ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പൊ അത് പോയിരിക്കും. നമ്മൾ ആൻഡ്രോയിഡ് ഒക്കെ സ്റ്റാർട്ടിങ് എന്തെങ്കിലും ഉണ്ട്? ഒരു 6500 തൊട്ടിട്ട് ആധാരം എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഇല്ല. അപ്പൊ ഓക്കെ, കണ്ടിന്യൂ. പുണ്ടോല് കയറ്റണ്ടേ? ഉണ്ടോ ഞാൻ മേടിച്ചെടുക്കാനല്ലേ ഉള്ള സാധാരണ സാധനങ്ങൾ മതി. അങ്ങനെ വേണ്ട, എന്റെ മോൻ മേടിച്ചോ. ആൻഡ്രോയിഡ് എന്തെങ്കിലും ഉണ്ട്? ഒരു 6,500 ആ റേഞ്ചില് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് മോക്കോസോണിക്കിന്റെ വരുന്നുണ്ട്. പിന്നെ അതനുസരിച്ച് ഇങ്ങനെ ഡയമണ്ട് എന്നല്ലേ? 2K ഡയമണ്ട് അതൊക്കെ വരുമ്പോ ഒരു 10 രൂപ 9 വിത്ത് പാനല് വരുന്നുണ്ട്. അല്ലാണ്ട് മറ്റേ സെപ്പറേറ്റ് ഗ്ലോസി പാനലൊക്കെ ആയിട്ട് അത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഓഡിയോ വർക്ക്സ് ആണ്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ LEDസും അതിന്റെ കൂടുതൽ എൻക്വയറീസ് ഒക്കെ വരുന്നത്. LEDs ഒക്കെ ഒരു 2,900 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാവും. 1 ഇയർ വാറന്റി. എത്ര വാട്ട്സ്? അതൊരു 80 വാട്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കൂടുന്നതോറും ഇപ്പൊ 190 to 400 വാട്ട്സ് ഒക്കെ വരെ അവൈലബിൾ ആണ്. പറവൂരിന്റെ രോമാഞ്ച കഞ്ചുകം വന്നു. നമസ്കാരം. നമ്മുടെ ഓഡിയൻസിന് ഇത് ഫുൾ സെറ്റ് ഒരു കാറിന് വേണ്ട ഓഡിയോന്റെ ഐറ്റംസ് ഏറ്റവും പാവപ്പെട്ടവർക്കും ഏറ്റവും കാശുള്ളവർക്കും നല്ല രീതിയിൽ 2 സെറ്റാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? വഞ്ഞുമൂലം ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് സെറ്റ് എന്തൊക്കെ വരും? അത് ഒരു സെറ്റ് ആകുമ്പോൾ 6,500 സെറ്റ് ക്യാമറ അടക്കം ആൻഡ്രോയിഡ് 6,500 കൊടുക്കാം. അല്ലാണ്ട് ഫുൾ സെറ്റ് വണ്ടിയിൽ ഇപ്പൊ സൗണ്ട് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ 10,400 പാനല് 4 സ്പീക്കർ, 4 ഡോറിലേക്കുള്ള സ്പീക്കർ, ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ, ഇത്രയും സാധനങ്ങൾ നമുക്ക് 10,400 വിത്ത് ഫിറ്റിംഗ് അടക്കം കൊള്ളാം. അതല്ല ഞങ്ങളെ പോലെ അല്ലാത്ത പണക്കാർക്കാണെങ്കിൽ 23,500 ഇത്രയും സാധനങ്ങൾ. കോമ്പോണന്റ് സ്പീക്കർ ഏതിന്റെയാണ്? ഓക്കെ. പിന്നെ പൈനിയറിന്റെ സ്പീക്കർ. അപ്പൊ 4 സ്പീക്കർ ഇത് തരും. ഓക്കെ. ഇനി ഗ്ലോപ്പങ്ങിന്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ. ഇത് ലെനോവോന്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് ക്യാമറ, അൺപ്ലഗിന്റെ ക്യാമറ, HD ക്യാമറയാണ്. ഓക്കെ. വിത്ത് പാനലടക്കം എത്ര രൂപ? 23,500 ഫിറ്റിംഗ് എല്ലാം ഉൾപ്പെടെ. അപ്പൊ ഇത്രയും വില കുറവിന് ഇവിടെ പറവൂര് വേറെ കടയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതൊക്കെ വേണ്ടവർ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ അജി മുതലാളിയെ ബന്ധപ്പെടുക. കാർ അറേബ്യ നമ്പർ എന്ന് പറഞ്ഞെങ്കിൽ 980-985-780. ഇത് നോക്കി സീറ്റ് കവറുകൾ അടിക്കണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ തന്നെ അടിക്കുന്നതാണോ അതോ റെഡിമെയ്ഡ് വരുന്നതുണ്ടോ? സെൽട്ടോസ്. ഓക്കെ, കൊള്ളാം. നമ്മുടെ ഡിസൈൻ നമുക്ക് ഇതിന്റെ ബുക്കിൽ സെലക്ട് ചെയ്യാം. പറയുന്ന ഡിസൈനിൽ ചെയ്ത് ഇതിലിപ്പോ പടം കാണിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണം, വിങ്സ് വേണം, കൈ സപ്പോർട്ട് വേണം ചെയ്തു തരും. എത്ര ദിവസം വേണം ഇത്? ഇന്ന് പറയുകയാണെങ്കിൽ നാളെ രാവിലത്തേക്ക് പിടിപ്പിച്ചു തരും. ഓക്കെ. പറഞ്ഞു എന്തിട്ടാ വേണ്ടേ? സീറ്റ് കവറാണോ? ഒക്കെ മനസ്സിലായി. സീറ്റ് കവറാണോ? ഇതിന്റെ ഹെഡ് ലൈറ്റ് ഉണ്ടോ? മഞ്ഞ, അതും ചെയ്യണം. എന്തായി സ്റ്റിയറിംഗ് കവർ പിടിപ്പിച്ചാ? അത് കൊള്ളാല. അകത്തെ ബൾബൊന്നും കാണാൻ പറ്റില്ല. കാശ് കിട്ടുമ്പോ ഇതിന്റെ അകത്ത് ആൻഡ്രോയിഡ് വെക്കണ്ടേ? കാശ് പരിപാടിയൊക്കെ വരട്ടെ. നോവ ഇപ്പൊ കഴിയും. അപ്പച്ചി നോവ അങ്ങോട്ട് പൊക്കോ, ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇതിന്റെ കഴിയുമ്പോ ഞാൻ അത് കൊണ്ടുപോക്കാം. എങ്ങനെയുണ്ട് സ്റ്റിയറിംഗിന്റെ കവർ പിടിപ്പിച്ചിട്ട്? ദാരിദ്ര്യം മാറി കിട്ടി. സൂപ്പറായി. താങ്ക് യു. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ അത് ആ മറ്റേതിന്റെ കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ. ശരി, ഞങ്ങൾ വേഗം പോയി ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ട് വാ. ശരി, ഞാൻ പാട്ടി അടിച്ച് പോട്ടെ. മറ്റേ ചെന്നായി.
അതിന്റെ അകത്തെ ബൾബൊന്നും കാണൂലായിരുന്നു. ഇന്നോവയുള്ള A to Z ക്രോമുകൾ, ഇത് ഈ താഴെയുള്ള ക്രോമ്, ഈ ക്രോമുകൾ, ഇതിപ്പോൾ വണ്ടി ഇപ്പം മഴയത്ത് ഇന്നലെ ഓടി വന്നതിൻ്റെ ചെളിയാണ്. ഈ റെയിൻ ഗാർഡ്, ഈ കവറ്, ഇത് പിന്നെ ഈ മിറർ, ഇതൊക്കെ നമ്മുടെ ഈ കാർ അറേബ്യ എന്ന് മേടിച്ചാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കട, കാർ അറേബ്യ. അലൈൻമെന്റ് കുറച്ച് ആക്സറീസും കൂടെ വെച്ചിട്ടുണ്ട്. പഴയ പിന്നെ ഇപ്പൊ അങ്ങോട്ട് പുതിയ ഇടാൻ തുടങ്ങിയാൽ അങ്ങോട്ട് മാറ്റി. ഇവിടെ ഫോഗ് ലാമ്പ് ബൾബ് സ്റ്റാർട്ടിങ് എത്രയാണ്? ബൾബ് സ്റ്റാർട്ടിങ് 2900 തുടങ്ങിയിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി. റീപ്ലേസ്മെന്റ് ആണ് 2300-400 തുടങ്ങി അങ്ങോട്ട് ഉണ്ട്. റീപ്ലേസ്മെന്റ് ആണ് വാറണ്ടി. റീപ്ലേസ്മെന്റ് ആയിരിക്കുള്ളൂ. അതിന് അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല, അതിന്റെ റീപ്ലേസ് ചെയ്ത് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ റീപ്ലേസ്മെന്റ് വാറണ്ടിയിൽ. അപ്പൊ പിന്നെ പ്ലെയറിന്റെ കാര്യമൊക്കെ പറയും. 6500 6 റേഞ്ച് തുടങ്ങിയുണ്ട് സാധനം. 6 രൂപ അത് നമ്മളുടെ ഇതനുസരിച്ച് GB അനുസരിച്ച് വ്യത്യാസം വരും. റാമും GB ഒക്കെ വ്യത്യാസം വരും. കുറഞ്ഞത് വേണ്ടവർക്ക് കുറഞ്ഞത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന. ഓക്കെ, അപ്പൊ എന്ത് സർവീസിന് വന്നാലും ഇവിടെ സാധനങ്ങളുണ്ട്. ഇനി ഇല്ലാത്ത സാധനമാണെങ്കിൽ ഒരു ദിവസത്തിൽ വരുത്തി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ പറഞ്ഞു. നമ്മളുടെ നമ്പർ കാർഡുണ്ട്. കാർഡ് കാണിച്ചാൽ കാർഡ് കാണിച്ചിട്ട് പറഞ്ഞോ. ഇതിന്റെ ഇവിടുത്തെ നമ്പർ ലാൻഡ് നമ്പർ 8889333550. ഒരെണ്ണം എൻ്റെ നമ്പർ 9809857801. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുമോ? എന്തെങ്കിലും ആക്സസറീസ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിൻ്റെ ആയിക്കോട്ടെ. കൊറിയർ സർവീസ് ഉള്ള ഇതൊക്കെ. എൻ്റെ വീൽ കവറൊക്കെ പെയിൻ്റ് ഒക്കെ പോയി, വീലൊക്കെ കഴുകാറായി. സർവീസ് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല, അങ്ങോട്ട് പോകണം. അതുകൊണ്ട് വീൽ കപ്പ് ഒന്ന് മാറ്റാന്ന് വെച്ചു. ആ വീൽ കപ്പ് മാറ്റിയപ്പോൾ തന്നെ വണ്ടിക്ക് കഴിച്ചിരുന്നു. ലോൺ ഉണ്ടോ? ലോൺ നമുക്ക് ബജാജ് ഫിനാൻസ് അവൈലബിൾ ആണ്. ബജാജ് ഫിനാൻസ്. നിങ്ങൾക്ക് വേറെ സിബിലൊന്നും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ എന്ത് ഐറ്റം വേണേലും ഹെഡ്ലൈറ്റിന്റെ ബൾബ് ആണെങ്കിലും ലോണിലെടുക്കാം. ആൻഡ്രോയിഡ് ഫുൾ വണ്ടി ചെയ്യണമെങ്കിലും നമുക്ക് സൗണ്ട് സിസ്റ്റം ഫുൾ ചെയ്യണമെങ്കിലും ഫിനാൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും എത്ര രൂപ കൊടുക്കും? അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ആയിക്കോട്ടെ, അപ്പൊ സന്തോഷം. ഓക്കെ, അപ്പൊ കാണാം.